ഹായ് ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു കർക്കിടകം കൂടി വരവായി അല്ലേ. ജൂലൈ 17 വെള്ളിയാഴ്ച നമ്മളുടെ കർക്കിടക മാസം. നമ്മൾ ഏതിനെ പഞ്ഞക്കർക്കിടകം എന്നും പറയാറുണ്ട്, രാമായണ മാസം എന്നും പറയാറുണ്ട്. ഒരു പുറത്ത് ഗംഭീര മഴ, അത് കാരണം നമുക്ക് അണുബാധ കൂടുതലുള്ള സമയം. നേരെ മറിച്ചോ മറുഭാഗത്ത് പുണ്യമാസമാണ് കേട്ടോ, നമ്മളുടെ ഈശ്വരാധീനം ഉള്ള മാസമാണ് കേട്ടോ. ദൈവങ്ങളെ വിചാരിക്കാനും രാമായണം ചൊല്ലാനും എല്ലാത്തിനുള്ള മാസമാണ് നമ്മളെ രാമായണ മാസം. പുണ്യമാസം എന്നാണ് അതിനെ ശരിക്കും നമ്മൾ പറയേണ്ടത്, അല്ലാതെ പഞ്ഞ കർക്കിടകം എന്നൊന്നും അതിനെ നമ്മൾ പറയേണ്ടതില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം. കർക്കിടക മാസം 1-ാം തീയതിക്ക് നമ്മൾ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ, ഉമ്മറവാതിലിന്റെ പടിയും എല്ലാ ഉമ്മറപ്പടികളും ഉള്ളോടം. വാതിലും ജനലും ഒന്നും ഡെയിലി നമുക്ക് തുടയ്ക്കാൻ പറ്റില്ല, അതിന്റെ മുന്നേയിട്ട് വാതിലും ജനലൊക്കെ തുടച്ച് വൃത്തിയാക്കണം. പക്ഷെ ഡെയിലി നമ്മൾ ഉമ്മറപ്പടി മോറി ശിവോതിക്ക് വെക്കുക എന്നാ പറയണത്. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഉമ്മറപ്പടി ഒന്ന് മോറി ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കണം. അടുക്കളുടെയും മുൻവാതിലും പിൻവാതിലും എല്ലാ വാതിലും ഈ ഉമ്മറപ്പടികളെ നിങ്ങൾക്ക് അറിയായിരിക്കും, കട്ടിള ഉമ്മറപ്പടി ഇങ്ങനെ ഉണ്ടാവില്ലേ, അത് തൂത്ത് തുടച്ച് ശുദ്ധമായ ജലം കൊണ്ടൊക്കെ തുടച്ച് നമ്മൾ നിത്യേന വിളക്ക് 2 നേരവും എല്ലാവരും കൊളുത്താൻ ശ്രദ്ധിക്കണം. എല്ലാവരും 2 നേരം ഒന്നും വിളക്ക് കൊളുത്താറുണ്ടാവില്ല, ഒരു നേരാണ്. പക്ഷെ കർക്കിടക മാസം നമുക്ക് രാമായണ മാസം, പുണ്യമാസം, ഭക്തി കൂടുതലുണ്ടെങ്കിൽ മക്കളെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അനാരോഗ്യങ്ങൾ ഉണ്ടാവില്ല, നമുക്ക് ആരോഗ്യം വന്നു ചേരും ചെയ്യും. അതിനായിട്ട് നമ്മൾ 2 നേരം വിളക്ക് തെളിയിക്കണം. അറിയുന്നവരൊക്കെ രാമായണം ചൊല്ലുക. എല്ലാവർക്കും ചൊല്ലാൻ അറിഞ്ഞെന്ന് വരില്ല അല്ലേ, എങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണിലെങ്കിലും രാമായണം ചൊല്ലണ്ട് ഒരു 4 വരിയെങ്കിലും ഡെയിലി ഇത് കേൾക്കണം കേട്ടോ. 30-ാം തീയതി വരെ അങ്ങനെ കേൾക്കണം. ചൊല്ലാൻ അറിയുന്നവർ ചൊല്ലി തന്നെ വേണം. പിന്നെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കണം അല്ലേ. നമ്മൾ ഇലക്കറികൾ നന്നായി കഴിക്കേണ്ട സമയമാണ് കേട്ടോ ഈ രാമായണ മാസം, കർക്കിടക മാസം. ആവണതും മത്സ്യമാംസാദികൾ നിങ്ങൾ ഒഴിവാക്കുക. അസുഖം വരും, ദഹന പ്രക്രിയ നടക്കില്ല. ദഹനം നടക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്കറികൾ കഴിക്കാൻ പറയുന്നത്. അപ്പൊ നമ്മൾ പത്തിലക്കറി കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പത്തിലക്കറി നമ്മൾ കുറച്ച് ദിവസമെങ്കിലും ഇടയ്ക്കൊക്കെ വെച്ച് കഴിക്കാൻ. പത്തില എന്ന് പറഞ്ഞാൽ മത്തയില, കുമ്പളയില, ചീര, മുരിങ്ങ നമ്മൾ കുറച്ച് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. മുരിങ്ങ ഒഴിവാക്കുന്നുണ്ട് ഈ കർക്കിടകത്തിൽ മാത്രം. ബാക്കി ഇലകളൊക്കെ നിങ്ങൾ പത്തിലക്കറികളെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കഴിക്കണം, തോരൻ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും. പിന്നെ മക്കളെ, നമ്മൾ ഈ രാത്രി ഭക്ഷണം നമ്മൾ ലഘു ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കർക്കിടക മാസം പ്രത്യേകിച്ചും ദഹനം നടക്കില്ല, അതുകൊണ്ടാണ് പറയണത്. അപ്പൊ നമുക്ക് ഈ കണ്ടിട്ടില്ലേ മരുന്ന് കഞ്ഞി, എല്ലാവർക്കും അറിയായിരിക്കാം. മരുന്നുകൾ പറിച്ച് പണ്ടൊക്കെ നമ്മൾ ഉണക്കലരിയിലെ പാലൊക്കെ പറന്ന് മരുന്ന് കഞ്ഞിയാണ് ഉണ്ടാക്കി കുടിക്കുക കേട്ടോ. അത് ചെറിയ ഉള്ളി നെയ്യിൽ മൂപ്പിച്ച് വറുത്തിട്ടിട്ടൊക്കെയാണ് ആ കഞ്ഞി കഴിക്കുന്നത്. ഇപ്പോ ഒക്കെ മരുന്ന് കഞ്ഞിയുടെ കൂട്ട് കിട്ടുന്നുണ്ട്, കർക്കിടക കഞ്ഞി കൂട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രമുഖ കടകളിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് വാങ്ങിച്ചിട്ടെങ്കിലും ഞവരരിയാണ് അതിൽ പ്രധാനമായ അരി. അത് കുറച്ച് നമ്മൾ കൂടുതൽ വാങ്ങിക്കുക. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കൂട്ടിയിട്ട് നിങ്ങൾ എല്ലാവരും രാത്രി കഞ്ഞി കഴിക്കാൻ ശ്രദ്ധിക്കുക, അല്ലാതെ നിങ്ങൾ ചോറ് കഴിക്കാതിരിക്കുക. പിന്നെ ഇപ്പൊ കാര്യമായിട്ട് ഷുഗറൊക്കെയാണ് അല്ലേ, അവർക്കും ഈ ഔഷധ കഞ്ഞി കഴിക്കാവുന്നതാണ്. അളവ് കുറച്ച് കഴിക്കണം, എങ്കിൽ നമ്മളെ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും. പിന്നെ ഈ കർക്കിടകത്തിൽ പ്രധാനപ്പെട്ടത് പറയണം കേട്ടോ. ആദ്യം നമ്മൾ എല്ലാവരും കുളിക്കുന്നവർ തന്നെയാണ് അല്ലേ. ഈ കർക്കിടക കുളി പറഞ്ഞിട്ടൊരു കുളി പണ്ട് കാരണന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കാം. ഇപ്പോഴും നമ്മളെ വീട്ടിലത്തെ കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന് അത് അറിയാം, ചെറിയ കുട്ടികൾക്ക് അത് അറിയായുള്ളൂ. കർക്കിടകത്തിലെ കുളിക്കൊരു പ്രത്യേകത ഉണ്ട് മക്കളെ. നമ്മൾ പാദം മുതൽ ശിരസ് വരെ എണ്ണിട്ട് കുളിക്കണം എന്നുള്ളതാണ് കർക്കിടകത്തില്. അപ്പൊ ഈ എണ്ണ തേപ്പ് കുളിക്ക് പ്രധാനമായ മാസം ഏതാണ്? കർക്കിടക മാസം. അപ്പൊ നിങ്ങൾ ആ കർക്കിടക മാസത്തിൽ നല്ലോണം നന്നായി എണ്ണ തേച്ച് മസാജ് ചെയ്യണം. ശരീരം, ശിരസും പാദം വരെ, പാദത്തിലടക്കം, ഉള്ളനടിയിലെ, കാലിന്റെ ഉള്ളനടിയിലെ, കണ്ണിനുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. പൊക്കിളില് ആരും മറക്കരുത് കേട്ടോ, പൊക്കിളിലടക്കം എണ്ണ വെച്ചിട്ട് വേണം. എല്ലാപ്പോഴും പൊക്കിളിൽ എണ്ണ വെക്കണം, കാരണം മുതുവേദനയൊക്കെ കുറയ്ക്കാൻ പൊക്കിളിൽ എണ്ണ വെക്കണം എന്നാണ് പറയണത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ കർക്കിടകത്തിലെ കുളിയിലെങ്കിലും എല്ലായിടും ശരീരം മൊത്തം എണ്ണ തേച്ച് വൃത്തിയിൽ കുളിക്കണം. അപ്പൊ നിങ്ങൾ ഈ എണ്ണ തേച്ച് കുളിക്കുളുന്നതിനെ ആവരുത്, താളിയോ എന്തെങ്കിലും തേച്ച് നിങ്ങൾ കഴുകി കളയും വേണം കേട്ടോ. ഈ എണ്ണ അങ്ങനെ പൊത്തിരിക്കാനൊന്നും പാടില്ല, എണ്ണ കഴുകി കളയും വേണം നിങ്ങൾ. പക്ഷെ എണ്ണ തേച്ച വഴിക്ക് കുളിക്കരുത്, 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്തിട്ടേ കുളിക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ കർക്കിടക മാസം ആരോഗ്യത്തിന്റെ മാസമാവുക കാരണം നിങ്ങൾ ഈ ഭക്ഷണ കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇലക്കറികളും നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ധാരാളം കഴിക്കണം മക്കളെ. പ്രതിരോധ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു നെല്ലിക്ക, ഒരു കുറച്ച് കറിവേപ്പില, ഒരു 2 മണി കുരുമുളക്, ഇതൊക്കെ ഇട്ട് ജ്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു സമയത്ത് ഇത് കഴിക്കുക.
കഴിക്കുകയും വേണം. നിങ്ങളെ അകത്തേക്കുള്ള ആരോഗ്യത്തിന് പ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ പണ്ട് നമ്മൾ ഈ കൊറോണ കാലത്ത് ഓർമ്മയില്ലേ എല്ലാവർക്കും, പ്രതിരോധ ശക്തിക്ക് വേണ്ടി നമ്മൾ ഈ നെല്ലിക്ക, കുരുമുളക്, എന്താ പറയുക, ചെറുനാരങ്ങ, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ എല്ലാം കൂടി നമ്മൾ സമൂലം കഷായം വെച്ച് കഴിച്ചിരുന്നല്ലോ. അതൊക്കെ പ്രതിരോധ ശക്തിക്കാ. പണ്ട് നമ്മളെ കാരണവന്മാര് കർക്കിടക മാസത്തിൽ ഇതെല്ലാം ചെയ്തിരുന്നു. നമുക്ക് ഇപ്പോൾ അതൊക്കെ അന്യം നിന്ന് പോയി. അപ്പൊ ഇതെല്ലാവരും ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ഈ മഴക്കാലമായതുകൊണ്ട് മക്കളെ ഈ കയ്യും കാലൊക്കെ എപ്പോഴും പാത്രം കഴുകി നനഞ്ഞും കൊണ്ടായിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും കയ്യും കാലിന്റെ ഇടയിലൊക്കെ വെള്ളം നിൽക്കാതെ നമ്മളെ ശരീരം നമ്മൾ ശ്രദ്ധിക്കണം. ബാക്കിയുള്ളവർക്ക് ഒരുക്കി കൊടുക്കാനേ നമ്മളെ വീട്ടമ്മമാർക്ക് ഒഴിവുള്ളൂ. പക്ഷെ നമ്മളുടെ ആരോഗ്യ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ കൈകാലുകളുടെ വെള്ളമൊക്കെ നമ്മൾ നന്നായി ഒരു ടവൽ അടുത്ത് വെക്കണം, ഒരു ടർക്കി ടവൽ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കാലിന്റെ വിരലിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഉള്ള നമ്മളെ വെള്ളമൊക്കെ നീരെ തുടയ്ക്കണം കേട്ടോ. ഈ അണുബാധ, പണ്ടൊക്കെ ചേറുപുണ്ണ പറഞ്ഞിട്ടൊരു അസുഖം ഉണ്ടാവണത് ഈ വെള്ളം കാലിൽ ഇരുന്നിട്ട് തന്നെയാണ്, വേറെ ഒന്നുമല്ല. അപ്പൊ അതൊന്നും വരാതെ എല്ലാവരും ശ്രദ്ധിക്കണം. ഇന്ന് മിക്ക ആൾക്കും ഷുഗറാ മക്കളെ. ഇപ്പൊ ഈ കാലിന്റെ ഉള്ളിലൊക്കെ വെള്ളം ഇരുന്നാൽ ചെറിയൊരു പുണ്ണ് വന്നു കഴിഞ്ഞാൽ അവിടെ പഴുപ്പൊക്കെ വരും. ഈ കർക്കിടക മാസം അസുഖം പെട്ടെന്ന് പിടിക്കണ മാസമാണ്. അത് കാരണമാണ് ഇങ്ങനെ ആരോഗ്യം നോക്കണം എന്ന് പറയുന്നത്. പിന്നെ ചെറു ചൂട് വെള്ളം നിങ്ങൾ ശരീരം കുളിക്കാതിരിക്കണം. തല ഒരിക്കലും ചൂടുവെള്ളത്തിൽ കഴുകരുത് കേട്ടോ. അപ്പൊ ശരീരത്തിൽ നമ്മൾ ആയുർവേദം എണ്ണ തേച്ച് കുളിക്കുക, ഇളം ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുക. ഈ തലയിലേക്ക് പച്ചവെള്ളം തന്നെ എടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് 2 നേരം കുളിക്കാനും സാധിക്കില്ല. 2 നേരം മേല് കഴുകി വൃത്തിയിലിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ വീട്ടമ്മമാര് നമ്മളെ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളൊക്കെ ഇത് ശീലിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അമ്മ കർക്കിടകത്തിനെ പറ്റിയിട്ട് അമ്മയ്ക്ക് പറയണതൊക്കെയാണ് കേട്ടോ പറഞ്ഞ. നമ്മുടെ അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നറിയാം. എങ്കിലും അമ്മ പറഞ്ഞ പോലെ എല്ലാവരും ശീലിക്കുക. അതുപോലെ ജ്യേഷ്ഠയെ കളയാൻ ആരും മറക്കരുത് കേട്ടോ. നമ്മളെ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് കളയൽ തന്നെയാണ് ജ്യേഷ്ഠയെ കളയൽ കേട്ടോ. അതിലപ്പുറത്ത് ഒരു ജ്യേഷ്ഠ കളയല്ല. അപ്പൊ നമ്മളെ പൊട്ടിയ സാധനങ്ങളും കണ്ണാടി, ക്ലോക്ക്, ഓടാത്ത മൊബൈൽ ഫോണ്, വാച്ച്, ഞാൻ പറയുന്നുണ്ട് ഈ ചില്ല് പാത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ചാർജറുകള്, എന്തൊക്കെ ഒരു സാധനങ്ങൾ, ഓടാത്ത ഫാന്, ഇതെല്ലാം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കളയേണ്ട സമയമായി കേട്ടോ. കർക്കിടകം 1-ന്റെ മുന്നേ എല്ലാവരും വീടൊക്കെ അത്രയും ശ്രദ്ധിച്ച് വൃത്തിയാക്കുക. ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ അതെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതണം. ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാ തുണക്കാർക്കും വീട്ടിൽ ബാക്കിയുള്ളവർക്കും ഒക്കെ സ്വന്തക്കാർക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. കൂട്ടത്തിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് അമ്മടണം. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ബൈ.